ഗോൾഡിനെക്കാട്ടിലും മേ ബി അടിപൊളി റിട്ടേൺസ് തരാൻ ചാൻസ് ഉള്ള വേറൊരു മെറ്റലാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് വേറെ ഏതുമല്ല, സിൽവർ ആണ്. എന്തുകൊണ്ടാണെന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാ റീസൺസും നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. വീഡിയോ ഫുള്ളായി കാണാം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണ്ടി ഇപ്പൊ തന്നെ നമ്മുടെ പേജ് ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. ഹായ്, മൈസെൽഫ് നിതിൻ നായർ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. ഇവിടെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഗോൾഡ് എന്ന് പറയുന്നത് തന്നെ പല ആൾക്കാരും ഒരു സേഫർ അസറ്റ് ക്ലാസ് എന്ന രീതിയിലാണ് ഇതിനെ കൺസിഡർ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. പക്ഷേ സിൽവർ എന്ന് പറയുന്നത് എപ്പോഴും കൺസ്യൂംഡ് ആണ്. അതായത് സിൽവറിന്റെ തന്നെ 50% യൂസ് ആക്കുന്നത് മെയിൻ ആയിട്ട് 3 സെക്ടേഴ്സിലാണ്. അതായത് ഇലക്ട്രിക് വെഹിക്കിൾ, സോളാർ പാനൽ, ഗ്രീൻ എനർജി സെക്ടേഴ്സ്. ഈ 3 സെക്ടേഴ്സും ഇനി വരാൻ പോകുന്ന ഡെക്കേഡ്സ്, ഇനി വരാൻ പോകുന്ന ഒരു 5, 10, 15 കൊല്ലം നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ ചാൻസ് ഉള്ള 3 സെക്ടേഴ്സാണ്. ഈ 3 സെക്ടേഴ്സും നല്ല രീതിയിൽ ഇനി വരാൻ പോകുന്ന കൊല്ലഘട്ടങ്ങളിൽ നല്ല രീതിയിൽ എക്സ്പാൻഡ് ആയി എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു മെറ്റലാണ് സിൽവർ. സോ മെറ്റലിന്റെ യൂസേജ് കൂടുതൽ വേണ്ടി വരും. സോ ഒരുപാട് ഡിമാൻഡ് സിൽവറിന് എന്ന സംഭവത്തിന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിൽവറിന്റെ പ്രൈസ് മേലോട്ട് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. വളരെ സിമ്പിൾ. 3 സെക്ടർ എക്സ്പാൻഡ് ആവുന്നു, അവർക്ക് സിൽവറിന്റെ യൂസേജ് കൂടുന്നു, ഒരുപാട് സിൽവറിന്റെ റിക്വയർമെന്റ് വരുന്നു. അങ്ങനെ ഒരുപാട് ഡിമാൻഡ് കൂടുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒരു മെറ്റൽ വാട്ട് എവർ ഇറ്റ് ബി, എന്തൊരു സാധനമാണെങ്കിൽ അതിന്റെ വാല്യൂ മേലോട്ട് പോയിക്കൊണ്ടിരിക്കും. സോ ഈ 3 സെക്ടേഴ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ് എന്നാണെങ്കിൽ ഹയർ ചാൻസ് ആണ് മേലോട്ട് പോകാൻ. അങ്ങനെ പോകുന്നു എന്നാണെങ്കിൽ തീർച്ചയായിട്ടും സിൽവർ എന്ന മെറ്റലിന് വരാൻ പോകുന്ന വാല്യൂ ഹൈക്കും വളരെ അധികം കൂടുതലായിരിക്കും ഇൻ ദ ലോങ് റൺ. സെക്കൻഡ്ലി, ദർ ഇസ് സംതിങ് ലൈക്ക് ഗോൾഡ് ടു സിൽവർ റേഷ്യോ. അതായത് ഹിസ്റ്റോറിക്കൽ നമ്പേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ടു സിൽവർ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 50:60 എന്ന റേഷ്യോയിലായിരിക്കും. ബട്ട് ആസ് ഓഫ് നൗ 2025 ഗോൾഡ് ടു സിൽവർ റേഷ്യോ ഇവിടെ വന്നിരിക്കുന്നത് 75:80 ആണ്. അതിനർത്ഥം ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിൽവർ എന്ന മെറ്റൽ വളരെ അധികം അണ്ടർ വാല്യൂഡ് ആണ് കമ്പയർഡ് ടു ഗോൾഡ് എന്നാണ്. സോ തീർച്ചയായിട്ടും പഴയ ഹിസ്റ്റോറിക്കൽ നമ്പേഴ്സ് ആയിട്ടുള്ള 50:60 എന്ന റേഷ്യോയിലേക്ക് ആ ഒരു കണക്കിലേക്ക് എത്തുകയാണെന്നാണെങ്കിൽ തീർച്ചയായിട്ടും സിൽവറിന് ഇനി ഗ്രോത്ത് വരാൻ പോകുന്നത് വളരെയധികം എക്സ്പോണൻഷ്യലി നല്ലോണം മുന്നോട്ടായിരിക്കും. കറന്റ് അത് അണ്ടർ വാല്യൂഡ് ആണെന്നാണ് ആ റേഷ്യോ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്നത്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ്, സിൽവർ എന്ന് പറയുന്ന മെറ്റൽ വളരെയധികം വോൾട്ടൈൽ ആണ്. അതായത് വോൾട്ടിലിറ്റി കൂടുതലാണ്. ഒരു സപ്പോസ് എന്തെങ്കിലും ന്യൂസോ ഇവന്റോ വന്നു കഴിഞ്ഞാൽ പോലും ഇതിനുണ്ടാവാൻ പോകുന്ന പ്രൈസിൽ വരാൻ പോകുന്ന ഫ്ലക്ച്വേഷൻസ് വളരെയധികം കൂടുതലായിരിക്കും. പല ആൾക്കാരും മേ ബി ഒരു നെഗറ്റീവ് ആസ്പെക്റ്റായി കൺസിഡർ ചെയ്യാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, മോർ വോൾട്ടിലിറ്റി ഉണ്ട് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഹയർ റിട്ടേൺസ് കിട്ടാനുള്ള പൊട്ടൻഷ്യലും ഉണ്ട്. അതായത് സപ്പോസ് ഒരു ബുൾ റൺ ഒക്കെ വന്നു എന്നാണെങ്കിൽ, അത്യാവശ്യം ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റ് ആണ് എന്നാണെങ്കിൽ മേ ബി അണ്ടർ വാല്യൂഡ് നിൽക്കുന്ന മെറ്റൽ ആയിട്ടുള്ള സിൽവർ മേ ബി മുന്നോട്ട് പോകാൻ പോകുന്ന റേഞ്ച് വളരെയധികം ഹ്യൂജുമായേക്കാം. അപ്പം നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത 3 പോയിന്റ്സും എൻ്റെ പെർസ്പെക്റ്റീവിൽ എന്തുകൊണ്ട് മേ ബി സിൽവറിന് ഗോൾഡിനേക്കാളും ബെറ്റർ റിട്ടേൺസ് തരാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ ഇവിടെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല സിൽവർ എന്ന മെറ്റൽ ഗോൾഡിനെ റീപ്ലേസ് ചെയ്യുമെന്നുള്ളത്. ഗോൾഡ് എന്ന സംഭവം എപ്പോഴും ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള മെറ്റൽ തന്നെയാണ്. ഇനി ഒരു 20, 30, 40 കൊല്ലം കഴിഞ്ഞാൽ പോലും ഗോൾഡിന് എന്താണോ വാല്യൂ അല്ലെങ്കിൽ ഗോൾഡിന് എന്താണോ റെസ്പെക്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് എപ്പോഴും അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ മനസ്സിലാക്കേണ്ട വേറൊരു പോയിന്റ്, സിൽവർ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ യൂസേജിന് വരുന്ന ഒരു സംഭവമാണ്. അതായത് ഒരുപാട് ഇൻഡസ്ട്രീസും അവിടുത്തെ യൂസേജും എല്ലാം കൂടുന്നു എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുണ്ടാവാൻ പോകുന്ന ഡിമാൻഡും വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സിൽവറിന് ഉണ്ടാവാൻ പോകുന്ന ഗ്രോത്തും വളരെയധികം കൂടുതലായിരിക്കും. സോ ആ ഒരു പോയിന്റ് മാത്രമേ ഞാൻ ഇവിടെ കൺവേ ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. ഇതുപോലെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ നിങ്ങൾക്ക് ഇനിയും വേണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.